ഒന്നൊരുമിച്ച് എന്ത് വിളിക്കണം? വന്ദേ മാതരം, വന്ദേ മാതരം. അപ്പൊ അത് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ഇൻസ്പിറേഷൻ ആണ്. നമ്മുടെ ഇന്ത്യൻ സേനയോട് നവ്യ നായർ കാണിച്ച ഈ ഐക്യദാർഢ്യം, ഈ ചങ്കൂറ്റ ആർക്കൊക്കെയാണ്? ഈ നമ്മുടെ രാജ്യത്ത് ഏത് സിനിമാ മേഖലയിലുള്ള ആർക്കെങ്കിലും ഉണ്ടോ? വേറെ ആരും ഇങ്ങനെ ശബ്ദിച്ച് പരസ്യമായി ഒന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. പരസ്യമായി ഒന്നും പറയാൻ ആർക്കും ധൈര്യമില്ല. അവരുടെ നിലനിൽപ്പിനെ ഓർത്തായിരിക്കണം അവരാരും ശബ്ദിക്കില്ല. ഒന്നിച്ചൊറ്റക്കെട്ടായി നിന്ന് നമുക്ക് പോരാടണം. വിജയം സുനിശ്ചിതം. ഇന്ത്യ തന്നെയായിരിക്കും ജയിക്കുന്നുണ്ടാവുക. എല്ലാ അർത്ഥത്തിലും പീസും നമ്മളുടെ സമാധാനവും ഒക്കെ നമുക്ക് നിലനിർത്താൻ കഴിയട്ടെ. ഇനിയൊരു പെഹൽഗാം ആവർത്തിക്കാതിരിക്കാനുള്ളൊരു മുന്നോടിയായിട്ട് ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് കലാശിക്കാതിരിക്കട്ടെ. പെട്ടെന്ന് തന്നെ ഇതൊക്കെ മാറട്ടെ. നമ്മുടെ ജീവിതം, നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതവും സമാധാനത്തിലുള്ള, ഇന്ത്യയിലുള്ളൊരു സമാധാനം നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമ്മൾ വ്യക്തിപരമായി ആരെ ആക്ഷേപിക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. നമ്മുടെ രാജ്യം ശക്തമായി മുന്നോട്ട് പോകുന്നതിനും നമ്മുടെ രാജ്യത്തോട്ട് വരുന്ന ഈ ഭീകരാക്രമണം തടയുന്നതിനും വേണ്ടി ശക്തമായ ഒരു നിലപാട് എല്ലാ ഇന്ത്യക്കാരും, ഓരോ ഇന്ത്യക്കാരും എടുക്കേണ്ടതാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ രാജ്യത്ത് നിരപരാധികളായ, വെറുതെ, നമുക്കറിയാം പഹൽഗാമില് അവിടെ ടൂറിസ്റ്റ് ആയിട്ട് പോയിരുന്ന, അവിടെ കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരാൻ വേണ്ടി പോയിരുന്ന ആൾക്കാരെ, പുരുഷന്മാരെ, പല സ്ത്രീകളുടെയും ഭർത്താക്കന്മാരെയാണ് ഇവര് കൊന്നിരിക്കുന്നത്. പല സ്ത്രീകളുടെയും നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ വളരെയധികം വേദനാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ആ വേദന ഏറ്റെടുത്തുകൊണ്ടാണ് ഇവരുടെ എല്ലാം വേദന ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യ ശക്തമായി പാകിസ്ഥാനെതിരെ ഉള്ള നിലപാടെടുത്തിരിക്കുന്നത്. ശക്തമായ ഒരു പ്രതികരണം നടത്തിയതും പ്രതിരോധം നടത്തി നമ്മുടെ ഇന്ത്യൻ മണ്ണിലിരുന്ന് ഇതിനെ പ്രതികൂലിക്കുകയും പാകിസ്ഥാനിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം പറഞ്ഞ് വിലപിക്കുകയും ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്ത്രീകളിൽ നിന്നും നമ്മുടെ കുട്ടികളിൽ നിന്നും വീണ കണ്ണീര്, അതിന് ഇവരാരും ഒരു വില കൽപ്പിക്കുന്നില്ലേ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സന്നദ്ധരായി പോകുന്ന, നമുക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്തി മുന്നിലേക്ക് ഇറങ്ങുന്ന ആ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്, ഏതൊരു വാർത്താ ചാനലും തുറന്നു വെച്ച് നമ്മൾ ആദ്യം കാണുന്നത് എന്തായിരിക്കും? പാകിസ്ഥാനെതിരെ ഇന്ത്യ എന്ത് ചെയ്തു, അല്ലേ? അതല്ല എല്ലാവരും നോക്കുന്നത്. ആണോ? എന്നിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന എല്ലാവരും, അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്ന് യാതൊരു ബോധ്യവും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പുറത്ത് നിൽക്കുന്ന പാകിസ്ഥാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ഇന്ത്യക്കാർ ഒന്നൊരുമിച്ച് എന്ത് വിളിക്കണം? വന്ദേ മാതരം, വന്ദേ മാതരം. അപ്പം അത് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ഇൻസ്പിറേഷൻ ആണ്. ഒന്നിച്ചൊറ്റക്കെട്ടായി നിന്ന് നമുക്ക് പോരാടണം. വിജയം സുനിശ്ചിതം. ഇന്ത്യ തന്നെയായിരിക്കും ജയിക്കുന്നുണ്ടാവുക. എല്ലാ അർത്ഥത്തിലും പീസും നമ്മളുടെ സമാധാനവും ഒക്കെ നമുക്ക് നിലനിർത്താൻ കഴിയട്ടെ. ഇനിയൊരു പെഹൽഗാം ആവർത്തിക്കാതിരിക്കാനുള്ളൊരു മുന്നോടിയായിട്ട് ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് കലാശിക്കാതിരിക്കട്ടെ. പെട്ടെന്ന് തന്നെ ഇതൊക്കെ മാറട്ടെ. നമ്മുടെ ജീവിതം, നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതവും സമാധാനത്തിലുള്ള, ഇന്ത്യയിലുള്ളൊരു സമാധാനം നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നവ്യ നായർ പറയുന്ന ഈ കാര്യം വളരെയധികം പ്രശംസ അർഹിക്കുന്നതാണ്. അതിനുള്ള ധൈര്യം അവർ കാണിച്ചു. അതിനെ എത്ര പേര് മുന്നിട്ടിറങ്ങും? ഇവയൊക്കെ അന്ധമായി ആരാധിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളാണുള്ളത്. അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ ഇവർക്കൊക്കെ സാധിക്കുകയാണ് വേണ്ടത്. അതിനുള്ള തൻ്റെ ഇടവും ധൈര്യവും ആത്മവിശ്വാസവും എല്ലാ ഇന്ത്യക്കാരും, ഓരോ ഇന്ത്യക്കാരും കാണിക്കണം. പ്രത്യേകിച്ചും മാതൃകയായിരിക്കേണ്ട ആൾക്കാർ, സമൂഹത്തിന്റെ മുൻനിരയിലുള്ളവരെല്ലാം ഇങ്ങനെ മറ്റ് ജനങ്ങൾക്ക്, ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കണം. ഈ കാര്യത്തിൽ നവ്യ നായർക്ക് ഞാനൊരു സല്യൂട്ട് കൊടുക്കുകയാണ്. വളരെയധികം കറേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നവ്യ നായർ
പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി ജയ് ഹിന്ദ് പരസ്യമായി വിളിച്ച് ജനങ്ങളെ ആഹ്വാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ മിലിറ്ററിയിലുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് അനുമോദിക്കാതിരിക്കാൻ പറ്റില്ല, അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പരസ്യമായി ശക്തമായി വന്ദേമാതരം വിളിച്ചുകൊണ്ടാണ് നവ്യ നായർ ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ശക്തമായ ഒരു പ്രതികരണം, ശക്തമായ ഒരു സപ്പോർട്ടാണ് നവ്യ നായർ മിലിറ്ററിക്കും നൽകിയിരിക്കുന്നത്, നമ്മുടെ രാജ്യത്തിന് നൽകിയിരിക്കുന്നത്, നമ്മുടെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഫാമിലിക്ക് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട, ഒരു വളരെയധികം ധൈര്യം വേണ്ട, നല്ല ഒരു മനസ്സിനുടമയായിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നവ്യ നായർ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, അതിർത്തിയിൽ അവരെ ഉറക്കളിച്ച് കാത്തിരിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി പൊരുതുന്നുണ്ട്, നമുക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങുന്നത്, പകൽ ധൈര്യമായി ഇറങ്ങി നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് അറിയിക്കേണ്ടതാണ്. നമുക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ അല്ലേ? ആ ജീവിതത്തിൽ നമുക്ക് ശരിയെന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിക്കാനും അതിനുവേണ്ടി ശബ്ദിക്കാനും നമുക്കൊക്കെ കഴിയണം. നവ്യ നായർ പറഞ്ഞതുപോലെ ഇത് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാതിരിക്കട്ടെ, ഇന്ത്യയിൽ സമാധാനം നിലനിൽക്കട്ടെ, നമ്മുടെ ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ സാധിക്കട്ടെ. അതുപോലെ അതിർത്തി മേഖലയിലുള്ള ജനങ്ങളെ, പ്രത്യേകമായി ജമ്മു കാശ്മീരിൽ അതിർത്തി മേഖലയിലുള്ള ജനങ്ങളെ എല്ലാവരെയും പ്രത്യേകമായി ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിനുവേണ്ടി പൊരുതുന്ന മിലിറ്ററി, നമുക്കറിയാം കേരളത്തിൽ നിന്നും ഒക്കെ ഉണ്ട്, ധാരാളം മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഒത്തൊരുമയോടെ നിൽക്കാം, പ്രാർത്ഥിക്കാം. അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് മാനസികമായി സപ്പോർട്ട് കൊടുക്കാം. അതുപോലെ പഹൽഗാമിലെ ആക്രമണത്തിൽ കുടുംബനാഥന്മാരെ നഷ്ടപ്പെട്ടു പോയ, സിന്ദൂരം മായ്ക്കപ്പെട്ടു പോയ ആൾക്കാർക്ക് വേണ്ടിയും അവരുടെ മക്കൾക്കും കുടുംബങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് ഈ സാഹചര്യത്തിൽ ധൈര്യപൂർവ്വം നേരിടാനും മുന്നോട്ട് പോകാനുമുള്ള ഒരു പ്രത്യേകമായ ഒരു മനസാന്നിധ്യം ദൈവം അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹം കഴിഞ്ഞിട്ട് 6-ാം ദിവസം കണ്ടായപ്പോഴേ തൻ്റെ കൺമുൻപിൽ വെച്ച് ഭർത്താവ് വെടിയേറ്റ് വീണപ്പോൾ തന്നെയും കൂടി കൊല്ലാൻ ആവശ്യപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയോട് പറഞ്ഞത്, നിന്നെ ഞങ്ങൾ കൊല്ലുകയില്ല, നീ പോയി ഇത് നിന്റെ മോദിയോട് പറയാൻ. അപ്പോൾ അങ്ങനെ അതുപോലെയുള്ള ഭീകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഇവരെ നമുക്ക് ഈ ഭീകരത ഒരിക്കലും വെച്ച് പൊറുപ്പിക്കാൻ പറ്റുന്നതല്ല. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ തക്കതായ മറുപടിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനിയും ഈ ഭീകരത നമുക്ക് വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും തങ്ങളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്.